വാർത്തകളിലേക്ക് കടക്കുന്നു. പ്രേക്ഷകർക്ക് ഏവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ വാർത്തകളിലേക്ക് കടക്കാം. കൊച്ചി കളമശ്ശേരിയിലെ റിയൽ എസ്റ്റേറ്റ് വ്യാപാരി ജെയ്സി എബ്രഹാം വധം, 2 പേർ അറസ്റ്റിൽ. ഇൻഫോ പാർക്ക് ജീവനക്കാരൻ ഗിരീഷ് കൊലപാതകത്തിന് ശേഷം ജെയ്സിയുടെ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ സഹായിച്ച ഖദീജ എന്നിവരാണ് പിടിയിലായത്. വിവരങ്ങളുമായി നിതിൻ പ്രഭാകരൻ ചേരുന്നു. നിതിൻ, എങ്ങനെയാണ് കൂടുതൽ വിവരങ്ങൾ? ഇവരെങ്ങനെയാണ് ഇവരെ പിടിയിലാക്കാൻ സാധിച്ചത്? കാളിദാസ്, കൊലപാതകം നടന്ന് 8 ദിവസത്തിന് ശേഷമാണ് പ്രതികൾ ഇപ്പോൾ വലയിലായിരിക്കുന്നത്. മൂവാറ്റുപുഴ സ്വദേശിയായ ജെയ്സി എബ്രഹാം കളമശ്ശേരിയിലെ ഒരു ഫ്ളാറ്റിൽ തനിച്ചായിരുന്നു താമസം. ഇവർക്ക് റിയൽ എസ്റ്റേറ്റ് വ്യാപാരം അടക്കമുണ്ടായിരുന്നു. ഇവരുടെ സുഹൃത്താണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്ന ഗിരീഷ് ഫ്ളാറ്റിൽ എത്തിയാറുണ്ട് എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഫ്ളാറ്റിൽ സിസിടിവികളോ മറ്റോ ഉണ്ടായിരുന്നില്ല. ഏറെ സാഹസികമായി നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതി പിടിയിലാവുന്നത്. ഡെയ്സിയുമായി നേരത്തെ പരിചയമുണ്ടായിരുന്ന ഗിരീഷ് ഫ്ളാറ്റിലെത്തി ഡെയ്സിയുടെ സ്വർണ്ണാഭരണങ്ങളും പണവും കൈക്കലാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തലക്കടിച്ച് കൊലപ്പെടുത്തി എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ജെയ്സിയെ കാനഡയിലുള്ള മകൾ ഫോണിൽ വിളിച്ച് ലഭ്യമാകാത്തതിനെ തുടർന്ന് പോലീസിൽ അറിയിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിലാണ് ജെയ്സിയുടെ മൃതദേഹം കുളിമുറിയിൽ കിടക്കുന്നത് കാണുന്നത്. അന്ന് തന്നെ തലയ്ക്ക് ക്ഷതമേറ്റിരുന്നു. പോലീസ് ഇത് കൊലപാതകമാണെന്ന് ആദ്യമേ ഉറപ്പിച്ചിരുന്നു. തുടർന്ന് വിശദമായ അന്വേഷണം നടത്തി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫ്ളാറ്റിനകത്ത് CCTVകൾ ഒന്നുമില്ല. ഇത് അന്വേഷണത്തിന് ഏറെ വിലങ്ങായി. തുടർന്ന് വിശദമായി നടത്തിയ അന്വേഷണത്തിലാണ് ഗിരീഷ് കുമാറിലേക്ക് എത്തുന്നത്. ഗിരീഷ് ഇൻഫോ പാർക്ക് ജീവനക്കാരനാണ്. ഗിരീഷിനോടൊപ്പം തന്നെ ഗിരീഷിന് ഈ ജെയ്സിയുടെ മൃതദേഹത്തിൽ നിന്ന് ലഭിച്ച സ്വർണം ഉൾപ്പെടെ വിൽക്കാൻ സഹായിച്ച മറ്റൊരു സുഹൃത്ത് ഖദീജയും അറസ്റ്റിലായിട്ടുണ്ട്. ഇവർക്ക് ജെയ്സിയെ നേരത്തെ പരിചയമുണ്ടോ എന്ന കാര്യം പോലീസ് അന്വേഷിക്കുകയാണ്. എന്തായാലും പഴുതടച്ചുള്ള അന്വേഷണത്തിനൊടുവിലാണ് 8 ദിവസത്തിന് ശേഷം പ്രതി പിടിയിലാകാൻ സഹായകരമായത്. ഇവരെ വിശദമായി ചോദ്യം ചെയ്തിരുന്നത് മറ്റ് സ്വർണം, പണം എന്നിവയ്ക്ക് പുറമെ മറ്റെന്തെങ്കിലും ഇടപാട് ഇവർ തമ്മിലുണ്ടോ, കൊല്ലപ്പെട്ട ജെയ്സിയും ഗിരീഷും തമ്മിലുണ്ടോ, നേരത്തെയും ഇവർ പണം വാങ്ങിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷിച്ച് വ്യക്തത വരുത്തേണ്ടത്. എന്തായാലും നിർണായകമായ അറസ്റ്റാണ് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കാളിദാസ്, നിതിൻ, ഇതിപ്പോൾ ഈ ഒരു കേസിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണോ ഇപ്പോൾ നിലവിലുള്ള പോലീസ് നിഗമനം? മറ്റാരും ഉൾപ്പെട്ടിട്ടില്ല എന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഗിരീഷ് കുമാർ തനിച്ചാണ് കൊലപാതകം നടത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. പ്രതിയിൽ നിന്ന്, അതായത് കൊല്ലപ്പെട്ട ജെയ്സിയുടെ സ്വർണ്ണാഭരണങ്ങൾ അടക്കം വിൽക്കാൻ സഹായിച്ചതിനാണ് ഗിരീഷിന്റെ സുഹൃത്ത് ഖദീജയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇവരുടെ അറസ്റ്റ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. ഗിരീഷ് കുമാർ കാക്കനാട് ഇൻഫോ പാർക്ക് ജീവനക്കാരനാണെന്ന് പോലീസ് പറയുന്നു. വിശദമായി ഇവരെ ചോദ്യം ചെയ്തതിനു ശേഷം മാത്രമേ എങ്ങനെയാണ് കൊലപാതകം നടന്നത്, എന്തായിരുന്നു ഇതിന്റെ ആസൂത്രണം തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വരൂ. കാളിദാസ്, തീർച്ചയായും. എന്തായാലും ഇന്നിപ്പോൾ ചോദ്യം ചെയ്യലും മൊഴിയെടുപ്പും എല്ലാം തന്നെ ഉണ്ടാകും എന്ന് തന്നെ കരുതാം, അല്ലേ? ഉള്ള ചോദ്യം ചെയ്യൽ നടക്കും. എങ്ങനെയായിരുന്നു കൊലപാതകം നടത്തിയത്, സ്വർണ്ണാഭരണങ്ങൾ എവിടെയാണ് വിറ്റത്, നേരത്തെ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ വിശദമായി അന്വേഷിക്കേണ്ടതുണ്ട്. ആ കാര്യങ്ങളെല്ലാം തന്നെ പ്രതിയിൽ നിന്ന് വിശദമായി പോലീസ് മൊഴിയെടുക്കും. ഇതിനുശേഷമായിരിക്കും പ്രതിയെ കോടതിയിൽ ഹാജരാക്കുക. കാളിദാസ്, തീർച്ചയായും. എന്തായാലും കൊച്ചി കളമശ്ശേരിയിലെ റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയുടെ കൊലപാതകത്തിൽ 2 പേർ പിടിയിലായിരിക്കുകയാണ്. നിലവിൽ ഇത്രയും പ്രതികൾ തന്നെ, കൂടുതൽ ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുമുള്ള സ്ഥിരീകരണം. എന്തായാലും ഇവരെ സംബന്ധിച്ചും മൊഴിയെടുപ്പും ചോദ്യം ചെയ്യലുമെല്ലാം ഇന്ന് തീർച്ചയായും ഉണ്ടാകും. വിവരങ്ങളാണ് നിതിൻ പ്രഭാകരൻ നൽകിയത്.